വെനസ്വേലയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബോംബാക്രമണം. 4 വിമാനത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മഡൂറോയെ ബന്ദിയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കരക്കാസിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. പൗരന്മാർ വെനസ്വേല വിടണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. ലഹരി സംഘങ്ങളെ സഹായിച്ചെന്നാരോപിച്ചാണ് യുഎസിന്റെ ആക്രമണം. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ തുടരുകയാണ് ഇപ്പോഴും. കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ചേരുകയാണ് ഇപ്പോൾ. ബിനീഷ്, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം ഉണ്ടായത്. ലോകത്തെ അറിയിച്ചത് തന്നെ നിക്കോളാസ് മഡൂറോയെ ബന്ദിയാക്കിയെന്ന് അറിയിക്കുന്നത് തന്നെ ട്രംപാണ്. സോഷ്യൽ മീഡിയയിലൂടെ ട്രംപാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? മയ, കഴിഞ്ഞ കുറച്ച് നാളായി കരീബിയൻ കടലിലൊക്കെ അമേരിക്കൻ നാവികസേനയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി മാത്രമായിരുന്നു ലോകം വിലയിരുത്തിയത്. എന്നാൽ പെട്ടെന്ന് ഒരു വലിയ ആക്രമണത്തിന് അമേരിക്ക മുതിരും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വലിയ ഒരു ആക്രമണം തന്നെയാണ് വെനിസ്വേലയ്ക്ക് നേരെ അമേരിക്ക നടത്തിയത്. വെനിസ്വേലയുടെ വിവിധ സ്ഥലങ്ങളിൽ ബോംബാക്രമണം നടത്തുകയും വെനിസ്വേലയെ 4 വശത്തുനിന്നും വളഞ്ഞ് ഒരു ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക ചെന്നെത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ് അവരുടെ പ്രസിഡന്റിനെയും ഭാര്യയും നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവിടെ നിന്നും ബന്ദിയാക്കി കടത്തിക്കൊണ്ടുപോയത്. നമുക്കറിയാം, ഇത്തരം ഓപ്പറേഷനുകളൊക്കെ അമേരിക്കയിൽ സാധാരണ നടത്തുന്നത് അമേരിക്കയുടെ ഡെൽറ്റ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. ഈ വിഭാഗം തന്നെയാണ് വെനിസ്വേലയിൽ പറന്നിറങ്ങി അവിടെ നിന്നും അവരുടെ പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും ഭാര്യയും ഒക്കെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. അതായത് വലിയ ഒരു ആക്രമണം നടത്തുന്നു, ഒരു രാജ്യത്തെ അധിനിവേശം നടത്തുന്നു. ആ ആക്രമണത്തിന് തുടർന്ന് അവിടുത്തെ ഭരണമാറ്റം ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ആ രാജ്യത്തെ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായി പിടിച്ചടക്കുവാനായി അവരുടെ ഭരണാധികാരിയെ അവിടെ നിന്നും ബന്ദിയാക്കി കടത്തിക്കൊണ്ടുപോകുന്ന ഒരു വലിയ ആക്രമണം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു നീക്കമല്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഒരു വലിയ ഇതിൽ എന്തായിരിക്കും ഇതിൻ്റെ ശേഷിപ്പ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, അവിടുത്തെ വിമാനത്താവളങ്ങളടക്കമാണ് വെനിസ്വേലയിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒരു ഭരണ അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളൊരു ശ്രമം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഇതിനെ ചെറുക്കുവാനൊരു ശ്രമവും ഇപ്പോൾ വെനിസ്വേലയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു പ്രാദേശികമായി അല്ലെങ്കിൽ വെനിസ്വേലയിൽ നിന്നുള്ള അവിടുത്തെ ജനങ്ങൾ ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്നാണ് ഇപ്പോൾ അവിടുത്തെ താൽക്കാലിക ഭരണകൂടം, അതായത് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഭരണകൂടം ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ജനം തെരുവിലിറങ്ങി അമേരിക്കൻ സേനയെ നേടാനായി തയ്യാറെടുത്താൽ അത് വലിയൊരു രക്തരൂഷിതമായ ഒരു കലാപമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വെനിസ്വേല വലിയ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്, വലിയൊരു ആക്രമണം നേരിട്ടിരിക്കുകയാണ്. ഇക്കാര്യമൊക്കെ വളരെ അഭിമാനത്തോടെ ട്രംപ് തന്നെയാണ്, അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുന്നത് എന്നതും ഈ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. മയ, ബിനീഷ്, ഇനിയിപ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെയായിരിക്കും ഇക്കാര്യം ഏറ്റെടുക്കുക എന്നതും പ്രധാനമല്ലേ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഇതിന് വലിയ ഒരു ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ചൈനയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ നിലപാട് വളരെ നിർണായകമാവും. നമുക്കറിയാം, അമേരിക്കയെ പിന്തുണയ്ക്കാത്ത അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാത്തവരെ വരുതിയിലാക്കുന്ന ഒരു രീതിയാണ് അമേരിക്കയ്ക്ക് എക്കാലത്തുമുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് വെനിസ്വേലയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുവാൻ റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടുമായി രംഗത്ത് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത് അമേരിക്കയും വെനിസ്വേലയും തമ്മിലുള്ള ഒരു പോര് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അത് ലോകരാജ്യങ്ങൾ തമ്മിൽ തന്നെയുള്ള അല്ലെങ്കിൽ അവർ തന്നെ ചേരിതിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഇത്രയും വലിയ ഒരു ആക്രമണം ഏകപക്ഷീയമായി വെനിസ്വേലയ്ക്ക് നേരെ നടത്തിയ ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല. ജിയോ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും വലിയ ഒരു ആക്രമണം തന്നെയാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇതിനെ അനുകൂലിക്കുവാനോ അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കുവാൻ റഷ്യയ്ക്കോ ചൈനയ്ക്കോ കഴിയില്ല. ഇറാനും അതുപോലെ തന്നെയാണ്. കാരണം ഇറാനിലും ഇപ്പോൾ വലിയ ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് പിന്നിലും അമേരിക്കയാണ്. വലിയ ആഭ്യന്തരമായ കലാപത്തിലേക്കും ആഭ്യന്തരമായ സുരക്ഷാ
പ്രശ്നങ്ങളിലേക്കും ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഒക്കെ ഇറാനും എത്തിയിട്ടുണ്ട്. അങ്ങനെ അതിന് പിന്നിലും അമേരിക്കയാണ്. അപ്പം ഇത്തരം അമേരിക്കയുടെ അധിനിവേശങ്ങൾ ഒരു തരത്തിലും ലോകത്തിന് അതിനൊരു സാക്ഷ്യത്തോടെ കാണാൻ കഴിയില്ല. അതിനെ നേരിട്ടേ മതിയാവുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് മായ ചോദിച്ചതുപോലെ അത് വെനിസ്വേലയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നത്തിന് അപ്പുറത്തേക്ക് തീർച്ചയായും ചെന്നെത്തുന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, ബിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വെനസ്വേലയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബോംബാക്രമണം ഉണ്ടാവുകയുണ്ടായി. 4 വിമാനത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് പ്രസിഡന്റ് നിക്കോളാസ് മദുറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് മദുറോയെ ബന്ദിയാക്കിയെന്ന് അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇനിയിപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഇതെങ്ങനെയാണ് ഏറ്റെടുക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോകം.